മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. പാപത്തിൻ ഭാരത്താൽ പാരം വലഞ്ഞ നേരം, പാപത്തിൻ ഭാരത്താൽ പാരം വലഞ്ഞ നേരം, ഘോര കുരിശത്തിൽ ചോര ചൊരിഞ്ഞവൻ വീണ്ടെടുത്തല്ലോ നമ്മെ. ഘോര കുരിശത്തിൽ ചോര ചൊരിഞ്ഞവൻ വീണ്ടെടുത്തല്ലോ നമ്മെ. ഹല്ലേലൂയ പാടി വാഴ്ത്തിടുവിൻ, വാഴ്ത്തുവിൻ ശ്രീ യേശു ക്രിസ്തുവിനെ, വാഴ്ത്തുവിൻ ശ്രീ യേശു ക്രിസ്തുവിനെ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഡേവിഡ് പി ഐസക്, ഗുജറാത്ത്. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രമിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, ഈ അധ്യായത്തിൻ്റെ അവസാന വാക്യം വായിച്ച് കേൾപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. കർത്താവിൻ്റെ വലിയൊരു നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 3-ാം അധ്യായത്തിൻ്റെ അവസാന വേദഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ക്രിസ്തു സഭയെക്കുറിച്ച് അല്ലെങ്കിൽ സത്യസഭയെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണെന്നും ഉള്ള സത്യം അപ്പോസ്തലനായ പൗലോസ് അരക്കിട്ടുറപ്പിച്ച് തിമോത്തിയോസിന് എഴുതി നൽകുകയാണ്. കാരണം എഫെസോസിൽ അതിലുള്ള പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്നതായ എഫെസോസിലെ ഡയാന ദേവിയുടെ ക്ഷേത്രം അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം പഠിച്ചാൽ അറിയാം. 127 തൂണുകൾ അതിനുണ്ടായിരുന്നു. എന്നാൽ സത്യസഭ എന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ അത് അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് ആ യാഥാർത്ഥ്യങ്ങൾ കൂടുതൽ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പൗലോസ് ആ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ ക്രിസ്തു സഭയുടെ അടിസ്ഥാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അത് പ്രതിപാദിക്കുകയാണ്. സത്യത്തിൻ്റെ തൂണിനോടുള്ള ബന്ധത്തിൽ നാം ഇതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ തന്നെ, 1 തിമോത്തി 3-ന്റെ 15-ാമത്തെ വാക്യത്തിൽ പഠിക്കുമ്പോൾ തന്നെ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുന്ന ഒരു വേദപഠിതാവിന് ആ ദൈവത്തിൻ്റെ സഭയുടെ മനോഹരത്വത്തെക്കുറിച്ച് നമുക്ക് കാണാണ്ട് കഴിയും. അതിൻ്റെ പണിയെക്കുറിച്ചും അതെങ്ങനെ പണിതിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും എന്ന തീയിൽ കൂടി എന്ന പോലെ അത്രേ. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വലിയ സത്യം നമ്മെ ഓർപ്പിക്കുകയാണ്.
ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി, വലിയ ഉത്തരവാദിത്തത്തെ കാണിക്കുകയാണ്. അവൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ആ പ്രവൃത്തി ചെയ്യുന്നവൻ്റെ പ്രവൃത്തി നിലനിൽക്കും. അതിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം, അവൻ എന്ത് ലഭിക്കുമെന്ന റിവാർഡ്, പ്രതിഫലം ലഭിക്കുമെന്ന്, ഗ്രേറ്റ് റിവാർഡ് ലഭിക്കുമെന്ന. എന്നാൽ വെന്തു പോയെങ്കിലോ എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, പ്രതിഫലം ലഭിക്കുകയില്ല. അപ്പോൾ ഗുരുതരമായ അല്ലെങ്കിൽ സംഭവ്യതയെ അത് ഈ വലിയ യാഥാർത്ഥ്യം നമ്മെ ഓർപ്പിക്കുകയാണ്. അപകടകരമായ സൂചന അത് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഗ്രഹനിർമ്മാണം, ക്രിസ്തുവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ദൈവസഭയാകുന്ന ആ ഗ്രഹനിർമ്മാണത്തിൻ്റെ അടിസ്ഥാനം എങ്ങനെയാണ്? ക്രിസ്തുവിലായിരിക്കണം, ആ ക്രിസ്തുവിൽ നിലനിൽക്കണം എന്നും മന്ദിരം എന്ന നിലയിൽ വിശുദ്ധി സൂക്ഷിക്കണമെന്നും ആ മന്ദിരത്തിൽ സൗരഭ്യം പരത്തണമെന്നും, അതല്ല എങ്കിൽ എന്ന് 4 പ്രാവശ്യം ആവർത്തിച്ചോർപ്പിക്കുകയാണ്. ആരെങ്കിലും എങ്കിൽ, പിന്നെ നമ്മൾ വായിക്കുന്നത് എങ്കിൽ, അതുപോലെ ലാസ്റ്റ് വെന്തു പോയെങ്കിൽ, ഇങ്ങനെയുള്ളതായ അത് ആ പ്രയോഗം ഒരു വലിയ ശിക്ഷയെക്കുറിച്ചും അതിൽ തന്നെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ച് പൗലോസ് പറയാനായിട്ട് കാരണം, അതിനു മുൻപുള്ളതായ അല്ലെങ്കിൽ തൻ്റെ ആ സാഹചര്യത്തിലുള്ള ആളുകളെല്ലാം ഡയാന ദേവിയുടെ ആ വലിയ ക്ഷേത്രത്തിൻ്റെ ഓർമ്മയാണ് നിൽക്കുന്നത്. എന്നാൽ സഭ ക്രിസ്തുവിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ച പോലെ 1 തിമോത്തി 3:15 വാക്യത്തിൽ അവിടെ വായിക്കുന്നത് സത്യത്തിൻ്റെ തൂണെന്നാണ്. അപ്പോൾ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ അത് ദൈവസഭയിൽ എങ്ങനെ നടക്കണം? അപ്പോൾ അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ എന്ത് നടക്കരുത്, അല്ലെങ്കിൽ എങ്ങനെ നടക്കരുത്, എങ്ങനെ നടക്കണം എന്നിത്യാദി കാര്യങ്ങൾ നമ്മെ ഓർപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ സഭയാ, അല്ലെങ്കിൽ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനമായ ദൈവസഭയിലെ അംഗങ്ങൾ ഈ സത്യത്തെ മുറുകെ പിടിക്കണം. പ്രവാചകനായ യെശയ്യാവ് 59:14 വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഇങ്ങനെയാണ് യെശയ്യാവ് പറയുന്നത്, അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു, സത്യം വീതിയിൽ ഇടറുന്നു, നേരിന് കടക്കുവാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. അപ്പോൾ സത്യം വീതിയിൽ ഇടറുകയാണ്, സത്യം ഇടറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സദൃശവാക്യത്തിൽ ശലോമോനും ആ കാര്യം പറയുന്നത്, സത്യം വിൽക്കാനായിട്ട് പാടില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 16 വാക്യത്തിൽ അനേക കാര്യങ്ങൾ നമ്മെ ഓർപ്പിക്കുകയാണ്. അതിൽ പ്രധാനമായ കാര്യങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജഡ അവതാരത്തെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. ഭൂമിയിൽ തങ്ങളുടെ വഴികളെ വഷളാക്കുന്ന അനേകരുടെ കൂട്ടത്തിൽ നമ്മുടെ കർത്താവ് ജഡവേഷം എടുത്ത് എന്തിനാണ് എന്ന് ഫിലിപ്പി ലേഖനം പൗലൂസ് 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വാക്യങ്ങളിലും, അത് തൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ ജഡമെടുത്തെന്നും അവൻ പിതാവായ ദൈവത്തിലൂടെ വെളിപ്പെട്ടെന്നു എന്നുള്ള സത്യം യോഹന്നാന്റെ സുവിശേഷം 1:14 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിലും, എബ്രായർ 2:14 ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും അവൻ തക്ക സമയത്ത് എന്ത് ചെയ്തു, ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അത് ഉയർത്തുന്നതിനാൽ ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു, അതിനാൽ അവൻ ദൈവപുത്രൻ എന്ന് തെളിയിക്കപ്പെട്ടു എന്നാണ് ഈ എഴുത്തുകാരൻ നമ്മെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമർ 1:4-ലും 4-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിലും നമുക്ക് ആ കാര്യങ്ങൾ കാണാൻ കഴിയും. പത്രോസ് അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? നീതി കെട്ടവരായ നമ്മെ നീതിമാന്മാരാക്കുന്നതിന് വേണ്ടിയാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടതെന്നും ക്രൂശിൽ മരിച്ചതെന്നും 1 പത്രോസ് 3:18 പറയുന്നു. ദൂതന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് പറയുന്നു. എബ്രായർ 1:6 ക്രിസ്തുവിൻ്റെ ജനന സമയത്തും കഷ്ടാനുഭവത്തിലും പുനരുത്ഥാനത്തിലുമെല്ലാം ദൂതന്മാർ തൻ്റെ അടുക്കൽ വന്നതായും ചില ശുശ്രൂഷകൾ നിർവഹിച്ചതായും കാണുന്നുവല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദൂതന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട കാര്യമാണ് ലൂക്കോസ് 24:23 കാണാൻ കഴിയുന്നത്. ഇവിടെ പറയുന്നത് അതെ, കർത്താവ് ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. ഇത് കർത്താവിൻ്റെ കൽപ്പന പ്രകാരമായിരുന്നു. മത്തായി 28:18 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ അത് അപ്പോസ്തലന്മാരും അതുപോലെ പോയി പ്രസംഗിച്ചതായിട്ടും, യഹൂദന്മാർ മാത്രമല്ല പുറജാതികളും സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു വരുന്നതിന് അത് ഇടയായി തീർന്നു.
അപ്പോൾ വേർപാട് ക്രിസ്തുവിൻ്റെ സുവിശേഷം മൂലം എന്ത് ചെയ്യുന്നു? ആ നിലയിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ഈ വലിയ സത്യം അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ്. അവൻ്റെ സ്വർഗാരോഹണവും അവൻ്റെ വീണ്ടും വരവും എല്ലാം ഈ കാര്യത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും. അതുപോലെ ലോകത്തിൽ അത് വിശ്വസിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ വിശ്വസിച്ച ധാരാളം ആളുകൾ തേജസ്സിലേക്ക് എടുക്കപ്പെട്ടു, ഇനിയും എടുക്കപ്പെടും. മനുഷ്യാവതാരം മുതൽ തേജസ്കരണം വരെ ക്രിസ്തുവിൻ്റെ സംഭവിച്ചതെല്ലാം അത് ദൈവ തിരുഹൃദയത്തിൽ യുഗങ്ങൾക്ക് മുന്നേ സൂക്ഷിച്ചു വെച്ചിരുന്ന മർമ്മമായിരുന്നു എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. നമുക്ക് ഈ ഭാഗം തൽക്കാലം ഈ 3-ാം അധ്യായത്തോടെ അവസാനിപ്പിക്കാം. ദൈവം വെച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് 4-ാം അധ്യായത്തിൽ പ്രവേശിക്കാം. കർത്താവ് നമ്മെ അവൻ്റെ വിലയേറിയ വചനത്താൽ നിറയ്ക്കട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. രക്ഷകനേ എത്രയാരാധിച്ചാലും, ഇത്ര നൽ രക്ഷകനേ എത്രയാരാധിച്ചാലും, ഭക്തരിന്നാഗ്രഹം തീരുകില്ലൽപ്പവും എത്രയോ നിസ്തുലൻ താൻ. ഭക്തരിന്നാഗ്രഹം തീരുകില്ലൽപ്പവും എത്രയോ നിസ്തുലൻ താൻ. ഹല്ലേലൂയ പാടി വാഴ്ത്തിടുവിൻ, വാഴ്ത്തുവിൻ ശ്രീ യേശു ക്രിസ്തുവിനെ.